ഹായ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 11 കറന്റ് അഫയേഴ്സ് ആണ്. നോക്കാം നമുക്ക്. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി 2025 നവംബറിൽ ഫിലിപ്പീൻസിൽ വീശിയ കൽമേഗി ചുഴലിക്കാറ്റിന് പിന്നാലെ വീശിയ അടുത്ത ചുഴലിക്കാറ്റാണ് ഫംഗ് വോങ്. അപ്പോ ഈ 2025 നവംബറിൽ എവിടെയാണ് വീശിയത്? ഫിലിപ്പീൻസിൽ വീശിയ കൽമേഗി ചുഴലിക്കാറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കൽമേഗി ചുഴലിക്കാറ്റ്. ഇതിന് പിന്നാലെ വീശിയ അടുത്ത ചുഴലിക്കാറ്റാണ് ഫംഗ് വോങ്. എന്താണ് ഫംഗ് വോങ്? മനസ്സിലായോ? അപ്പൊ കൽമേഗി ചുഴലിക്കാറ്റ്, ഫംഗ് വോങ് ചുഴലിക്കാറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? കലിംഗ സ്റ്റേഡിയം. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് കലിംഗ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ 2026. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച ഏകാധിപതി സുഹാർട്ടോ. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച ഏകാധിപതി ആരെന്ന് ചോദിച്ചാൽ സുഹാർട്ടോ. ഒന്നുകൂടെ പറയാം. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച ഏകാധിപതി സുഹാർട്ടോ. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടർ നാരായണ ഭട്ടതിരി. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടർ ആരാന്ന് ചോദിച്ചാല് നാരായണ ഭട്ടതിരി. ആരാണ്? നാരായണ ഭട്ടതിരി. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ കേരളത്തിലെ ബീച്ച് കോഴിക്കോട് കാപ്പാട് ബീച്ച്. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ കേരളത്തിലെ ബീച്ച് കോഴിക്കോട് കാപ്പാട് ബീച്ചാണ്. ഈ വർഷം കണ്ണൂരിലെ ചാൽ ബീച്ച് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് 13 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചത്. ഈ വർഷം കണ്ണൂരിലെ ഏത് ബീച്ച്? ചാൽ ബീച്ച് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് 13 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചിട്ടുള്ളത്. കിട്ടിയല്ലോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ സിലിക്കൺ കാർബൈഡ് അധിഷ്ഠിത കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ സിലിക്കൺ കാർബൈഡ് അധിഷ്ഠിത കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് ഭുവനേശ്വർ ആണ്. അപ്പൊ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ സിലിക്കൺ കാർബൈഡ് അധിഷ്ഠിത കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത്? ഭുവനേശ്വർ ആണ്. കിട്ടിയല്ലോ. അടുത്തത്, തരിശുനിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതി ഭൂസമൃദ്ധിയാണ്. തരിശുനിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി എന്ന് പറയുന്നത്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് കേരളം. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് കേരളം. പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2025 നവംബറിൽ അന്തരിച്ച ജപ്പാൻ ചലച്ചിത്ര താരം തൽസുയ നഖഡായി. 2025 നവംബറിൽ അന്തരിച്ച ജപ്പാൻ ചലച്ചിത്ര താരമാണ് തൽസുയ നഖഡായി. 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 1020 മെഗാവാട്ട് പുനൽ സാങ്ചു സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത
വികസിപ്പിച്ചെടുത്ത 1020 മെഗാവാട്ട് പുനഃസാങ്കു പുനഃസാങ്ചു 2 ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഓക്കെ. 2025 നവംബറിൽ രാജിവെച്ച BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയാണ്. ടിം ഡേവി ട്ടോ 2025 നവംബറിൽ രാജിവെച്ച BBC ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ ഡയറക്ടർ ജനറൽ ആയിരുന്നു? BBC. ഓക്കെ ആണല്ലോ. ആര്? ടിം ഡേവി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള BBC ഡോക്യുമെന്ററിയിലെ എഡിറ്റിംഗ് വിവാദത്തെ തുടർന്നാണ് രാജി ഉണ്ടായത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. നവംബർ 11 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. 2025 നവംബറിൽ ഫിലിപ്പീൻസിൽ വീശിയ കൽമേഗി ചുഴലിക്കാറ്റിന് പിന്നാലെ വീശിയ അടുത്ത ചുഴലിക്കാറ്റാണ് ഫങ് വോങ് ചുഴലിക്കാറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയം, ഒഡീഷയിലെ ഭുവനേശ്വർ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി ഗ്ലാസ്ഗോ. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച ഏകാധിപതിയാണ് സുഹാർത്തോ. ഇന്തോനേഷ്യൻ സർക്കാർ ദേശീയ നായകനായി പ്രഖ്യാപിച്ച ഏകാധിപതി സുഹാർത്തോ. വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടർ നാരായണ ഭട്ടതിരിയാണ് വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ ഓണററി ഡയറക്ടർ എന്ന് പറയുന്നത്. തുടർച്ചയായ 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ കേരളത്തിലെ ബീച്ച് കാപ്പാട് ബീച്ച്, കോഴിക്കോട്. ഈ വർഷം കണ്ണൂരിൽ എത്രാം തവണയെന്ന് ചോദിക്കാം. തുടർച്ചയായി 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തിയ കേരളത്തിലെ ബീച്ചാണ്. ഈ വർഷം കണ്ണൂരിലെ ചാൽ ബീച്ച് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് 13 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചത്. എത്ര ബീച്ചുകൾക്ക്? 13 ബീച്ചുകൾക്ക്. അപ്പോൾ ചാൽ ബീച്ച് എവിടെയാണ്? കണ്ണൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ സിലിക്കൺ കാർബൈഡ് അധിഷ്ഠിത കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ഉൽപാദന പ്ലാന്റ് നിലവിൽ വരുന്നത് ഭുവനേശ്വറിലാണ്. തരിശു നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഭൂസമൃദ്ധി. തരിശു നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി എന്ന് പറയുന്നത്. വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് കേരളമാണ്. പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ്. 2025 നവംബറിൽ അന്തരിച്ച ജപ്പാൻ ചലച്ചിത്ര താരമാണ് തൽസുയ നഖഡായി. 2025 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത 1020 മെഗാവാട്ട് പുനഃസാങ്ചു 2 ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2025 നവംബറിൽ രാജിവെച്ച BBC ഡയറക്ടർ ജനറൽ ടിം ഡേവിയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള BBC ഡോക്യുമെന്ററിയിലെ എഡിറ്റിംഗ് വിവാദത്തെ തുടർന്നാണ് രാജി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രക്ഷയുടെ ടെലഗ്രാം ചാനലിൽ പോയി പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, താങ്ക് യു.